ട്രിവാൻഡ്രത്ത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലക്ഷറി വീടാണ് അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വെറും 12 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ എത്തിച്ചേരാവുന്ന സ്ഥലമാണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് മൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലമാണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. ഇവിടുത്തെ ഫ്രണ്ട് റോഡ് കണ്ടില്ല, 5 മീറ്റർ നമുക്ക് വീതിയുള്ള റോഡാണ് വരുന്നത്. നമുക്കൊരു 2 കാർ സുഖമായിട്ട് പോകാൻ പറ്റും. റെസിഡൻഷ്യൽ ഏരിയയാണ്. വേറെയും ധാരാളം വീടുകളെല്ലാം ചുറ്റുപാടാനും കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ നോക്കിയ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ട് ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് സ്ലൈഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് അപ്പോൾ ഈ ഒരു വീട് നമുക്ക് പണി കഴിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അടുത്ത ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് കയറിയിട്ട് കാണാം. കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് തറയിൽ നാച്ചുറൽ സ്റ്റോണാണ് ഫ്രണ്ടോട് തറ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്കിവിടെ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് ബോർവെല്ലും നമുക്ക് പൈപ്പ് കണക്ഷനുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ട് നാച്ചുറൽ സ്റ്റോണാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈനെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പാറ്റേണാണ് വരുന്നത്. അപ്പോൾ മെയിൻ സിറ്റ് ഔട്ട് വരുന്നത് അപ്പോൾ 8x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് നമുക്കിവിടെ മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. 2 ഡോർ ടൈപ്പാണ് വരുന്നത്. ഇത് ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് കട്ടളയൊക്കെ വരുന്ന ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ ഡോർ വരുന്നത്. വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണുന്നത് ലീവിങ് ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ലീവിങ് ഏരിയ നമുക്ക് വരുന്നത് 18x6 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ലീവിങ് ഏരിയ വരുന്നത്. മുകളിൽ സീലിംഗ് ഉണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഫുള്ളും തന്നെ മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരാളെ സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ആ ഒരു ഫർഗോള പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഇവിടെയും സീലിംഗിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ വരാനുണ്ട്. PVC പാനലാണ് അതിൻ്റെ പുറകെ സൈഡ് വരുന്നത്. ഹാൻഡ് വാഷ് കൊടുത്തിരുന്ന സാറയുടെ പ്രോഡക്റ്റാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കിച്ചൺ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഗ്രിപ്പിംഗ് ഡെയിലാണ് നമുക്കിവിടെ കിച്ചണിൽ ഫുള്ള് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കളറായിക്കോട്ടെ, നല്ല സ്പേസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഫുള്ള് തന്നെ ബോർഡ് വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് സൈഡ് നോക്കിയാൽ ഇവിടെ എല്ലാം തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ ഒരു ഗ്യാസ് വയ്ക്കാനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സീലിംഗിൽ വരുന്നുണ്ട്. ഇവിടെ സൈഡിലത്തെ വാൾ ടൈലിൽ ഒരു പെയിൻറ്റിങ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ടോ 3 ഡോർ ടൈപ്പാണ് വരുന്നത്. ഫുള്ളും ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്. മിറർ വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് വരുന്നത്. അകത്ത് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിംഗ്സും നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണെങ്കിൽ മുകളിലോട്ട് പോകേണ്ട സൈഡിലത്തെ ഹാൻഡിൽസ് ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു പർഗോള രീതിക്ക് അവിടെ നിന്ന് എന്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ലൈറ്റിംഗ് വീണ്ടും ഉള്ളോട്ട് കിട്ടും. ഈ ചുമരിലുണ്ട് ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾ ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഗ്രാനൈറ്റ് ആണ് തറയിൽ കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കയറി പോകുന്ന ഈ ഒരു സൈഡ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ലിവിങ് ഏരിയയാണ്. നമുക്ക് 16x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് നമുക്കിവിടെ ഉണ്ട്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഒക്കെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ട അതൊരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ തറയിലെ ടൈലെല്ലാം വരുന്നത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം ജസ്റ്റ് ഇപ്പുറത്ത്, 2 ഭാഗത്താണ് വരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഓരോ ബെഡ്റൂമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് വരുന്നുണ്ട്. താഴെ കണ്ട അതേ ഒരു വാളിൻ്റെ ഡിസൈൻ പോലത്തെ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് നമ്മൾ താഴെ കണ്ട ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു ബോർഡ് വർക്കാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് വരുന്നത്. താഴെ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് ഇവിടുത്തെ ടൈൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക്, ചാനൽ ലൈറ്റിംഗ് നമുക്കിവിടെ സീലിംഗിൽ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വാളിലും കണ്ട ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ടോ, നമ്മൾ അപ്പുറത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ടൈലിൻ്റെ പാറ്റേൺ എല്ലാം ഇതാണ് വരുന്നത്. നമുക്കിവിടെ സിങ്ക് എല്ലാ സംഭവം ഇവിടെയും യൂസ് ചെയ്യും. നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണി വരുന്നത്. 24x6 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. നല്ല ഏരിയ ഉണ്ട് ബാൽക്കണി. നമുക്ക് ഇനി ഇവിടെ നിന്നാണ് ടെറസിലോട്ട് പോകാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് മുകളിലാണ് നമുക്ക് ടെറസിൽ പോകേണ്ടത്.
ഇവിടെ ഇനി നമുക്ക് ഗ്ലാസ് ഇടാനായിട്ടുണ്ട്. സ്റ്റീലും ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ ഹാൻഡിൽസ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 68 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഹോം ലോണാണ് വീട് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ട്രിവാൻഡ്രത്ത് ധാരാളം വീടുകൾ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.